നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എക്സാം കഴിഞ്ഞപ്പോൾ മാർക്കില്ല. അപ്പോൾ നമ്മൾ കാര്യം അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ച സമയത്ത് കുട്ടിക്ക് മാർക്കില്ല, കുട്ടിക്ക് പഠിക്കണ്ട, പഠിക്കാൻ വേണ്ടിയിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊന്നും കുട്ടീൻ്റെ സംസാരത്തിലുമില്ല. അപ്പോൾ അടുത്ത് വിളിച്ച് കുട്ടീനോട് കാര്യം അന്വേഷിച്ച സമയത്ത് കുട്ടി പറയുന്നത് നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പേരൻസ് അല്ല. കാരണം അത്രയും നല്ലൊരു റിലേഷനിൽ പോകുന്ന മക്കളെയൊക്കെ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ച സമയത്ത് ആ കുട്ടി പറയുന്നത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, വേണ്ട വിധത്തിൽ എന്നെ നോക്കുന്നില്ല, പാരൻസ് ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഈ കുട്ടീൻ്റെ പഠനം പോവരുതല്ലോ. അപ്പോൾ കുട്ടി അത്രയും ബ്രൈറ്റുള്ള കുട്ടിയാണ്. കുട്ടി വളരെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അതുവരെ ഇരുന്ന ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് കുട്ടീൻ്റെ അടുത്തേക്ക് ഈ കുട്ടി എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വല്ലാതെ ടെൻഷൻ വരും. ആ കുട്ടി എത്രത്തോളം ഉയരും നമ്മൾ ആദ്യമേ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ പാരൻസിനെ വിളിക്കുകയാണ്. അപ്പോൾ ആ പാരൻസ് കരയും. അതായത് ഉമ്മ ആവട്ടെ ഉപ്പ ആവട്ടെ, നമ്മൾ ഒരാളെ വിളിക്കുന്ന സമയത്ത് മറ്റേ ആൾ എന്തോ ഇഷ്യൂ കൊണ്ട് വീട്ടിൽ എല്ലാവരും ഉപേക്ഷിച്ച് പോയതാണ്. അപ്പം ഇത് കുട്ടിയെ നന്നായിട്ട് ബാധിച്ചു. പിന്നെ നമുക്കതിൽ നിന്ന് കുട്ടീനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അവിടെ കുട്ടിയെ അതുവരെ നോക്കിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് അതുവരെ സപ്പോർട്ട് കൊടുത്ത ആ ഒരാൾ അവിടെ തകർന്നിരിക്കുകയാണ്. ആ ഒരു തകർച്ച കുട്ടിയിലേക്കും വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ പാരൻസിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം കൊണ്ടാണ് ഈ കുട്ടി തകർന്നത്. അപ്പോൾ പാരൻസിൻ്റെ ഇടയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നന്നായിട്ട് കുട്ടികളെ ബാധിക്കുന്നുണ്ട്.